ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കോൺഗ്രസ്, CPM, മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടികളുടെ താലിബാൻ മനസ്സാണ് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാനാവാത്തതിന് കാരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. തിരൂരിൽ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക ചരിത്രത്തിൽ ഒരിടത്തും ഒരു ജനതയ്ക്കും അവരുടെ ഭാഷാപിതാവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നും തിരൂരിൽ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ട് K. സുരേന്ദ്രൻ പറഞ്ഞു. മലയാള ഭാഷയുടെ പിതാവിന് തുഞ്ചത്ത് ആചാര്യന്റെ മണ്ണിൽ ഒരു പ്രതിമ സ്ഥാപിക്കാൻ സമരം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിൽ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. വേറെ ലോകത്തെവിടെയും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് ആർക്കും സമരം ചെയ്യേണ്ടി വരില്ല. തുഞ്ചത്ത് ആചാര്യൻ ഏതെങ്കിലും ജനവിഭാഗത്തിന്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ ഭാഗമല്ല. എഴുത്തച്ഛന്റെ പ്രതിമ അദ്ദേഹത്തിന്റെ നാട്ടിൽ സ്ഥാപിച്ചാൽ മതേതരത്വം തകരയുമില്ല. മഹാഭൂരിപക്ഷം ജനങ്ങളും പ്രതിമ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ചില മതമൗലികവാദികളുടെ മുൻപിൽ സർക്കാർ മുട്ടിലിഴുകയാണ്. പ്രതിമ ചിലർക്ക് ഹറാമാണെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അനിസ്ലാമികമാകാൻ ഏതെങ്കിലും വിഭാഗത്തിന്റെ ആരാധനത്തിലല്ല, പൊതുസ്ഥലത്താണ് തുഞ്ചത്താചാര്യന്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. തങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവരും ജീവിക്കണമെന്നാണ് താലിബാൻ പറയുന്നത്. അതുതന്നെയാണ് മലപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടികളും പിന്തുടരുന്നത്. തുഞ്ചത്താചാര്യൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളാണോ? തുഞ്ചത്താചാര്യന്റെ ഒരു പ്രതിമ തിരൂരിൽ സ്ഥാപിക്കുമ്പോൾ എന്താണ് ഇവിടെ ഭരണകൂടങ്ങൾക്ക് നഷ്ടപ്പെടാറുള്ളത്? എന്താണ് ആ മനോഭാവം കാണിക്കുന്നത്? തിരൂരിൽ തുഞ്ചൻ പറമ്പിൽ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ആചാര്യന് അർഹമായിട്ടുള്ള ഒരു അംഗീകാരം നൽകാൻ ഇവിടെ ഭരിക്കുന്ന രണ്ട് മുന്നണികളും തയ്യാറാവാത്തതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? താലിബാൻ മനസ്സാണ് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനും ലീഗിനും CPM-നും. താലിബാന്റെ മനസ്സുമായിട്ടാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. തുഞ്ചത്ത് ആചാര്യന്റെ പ്രതിമ ആചാര്യന്റെ നാട്ടിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ മതേതരത്വം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുമെന്നാണോ നാം കരുതേണ്ടത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വനിതകൾക്ക് പടം വെക്കാനുള്ള സ്വതന്ത്രം പോലുമില്ലാത്ത സ്ഥലമായി മലപ്പുറത്തെ മാറ്റിയത് ഇത്തരം പാർട്ടികളാണ്. മുസ്ലിം ലീഗിന്റെ സമ്പൂർണ്ണ ആധിപത്യമുള്ള ജില്ലയാണ് ഈ ജില്ലയിൽ. ഇപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വനിതാ സ്ഥാനാർത്ഥികളായി വരുന്നവർക്ക് അവരുടെ ഫോട്ടോ വെച്ചുള്ള പോസ്റ്ററുകൾ അടിക്കാൻ കഴിയുന്നില്ല. ഈ ജില്ലയിൽ ഇപ്പോഴും എന്തുകൊണ്ടാണ് പുരോഗമനവാദികൾ എന്ന് പറയുന്നവരും ഉൽപ്പതിഷ്ഠികളായിട്ടുള്ള നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് ഒരു പുനരാലോചന നടത്താത്തത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, പഞ്ചായത്ത് മെമ്പറോ ബ്ലോക്ക് മെമ്പറോ ആവണം, പക്ഷെ ഫോട്ടോ ഭർത്താവിൻ്റെത് അടിക്കണം. ഇത് എവിടെയാണ് നടക്കുന്നത്? താലിബാൻ അല്ലെങ്കിൽ പിന്നെ എന്താണിത്? പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സ്ത്രീകളെല്ലാം മോശക്കാരാണെന്ന് പറഞ്ഞ MSF നേതാവിനെ സംരക്ഷിക്കുകയാണ് പാണക്കാട് കുടുംബം ചെയ്തത്. പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സ്ത്രീകളെല്ലാം മോശക്കാരാണ് എന്നുള്ള നിലയിലുള്ള അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ് ഉണ്ടായത്. എന്താ ലീഗ് എടുത്ത നിലപാട്? മുസ്ലിം ലീഗ് ആ പെൺകുട്ടികളെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അവരാണ് മോശക്കാരികൾ എന്നാണ് പറയുന്നത്. തങ്ങളെ ലിംഗപരമായ വിവേചനം കാണിക്കുകയും പെൺകുട്ടികളായതുകൊണ്ട് അധിക്ഷേപിക്കുകയും ചെയ്ത മുസ്ലിം ലീഗ് നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാണക്കാട് കുടുംബം എടുത്തത്. പാണക്കാട് കുടുംബത്തിന് യോജിക്കുന്ന ഒരു നിലപാടാണോ ഇത്? ലീഗിന്റെ കാഴ്ചപ്പാടിൽ വാദി പ്രതിയായതോടെ ഹരിതയിലെ പെൺകുട്ടികൾ കുറ്റക്കാരായി. ഇതാണ് മലപ്പുറത്തെ താലിബാനിസം. മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നിലപാടില്ലാത്തതെന്നും സുരേന്ദ്രൻ ചോദിച്ചു. എന്തുകൊണ്ടാണ് പ്രതിമ സ്ഥാപിക്കാത്തതെന്ന് പിണറായി വിജയൻ ജനങ്ങളോട് പറയണം. മന്ത്രി അബ്ദുറഹിമാൻ ഒരു വിഭാഗത്തിന്റെ മാത്രം ജനപ്രതിനിധിയല്ല. ആചാര്യന്റെ പ്രതിമ സ്വന്തം നാട്ടിൽ സ്ഥാപിക്കാതിരിക്കാൻ മതം കാരണമായെന്ന ചീത്തപ്പേര് മലപ്പുറം ജില്ല മാറ്റണം. തുഞ്ചത്താചാര്യന്റെ പ്രതിമ പൊതുസ്ഥലത്ത് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് അനിസ്ലാമികമാവുക എന്നുള്ള കാര്യം അബ്ദുറഹിമാൻ ഇവിടുത്തെ മന്ത്രിയാണ്. മിസ്റ്റർ അബ്ദുറഹിമാൻ, താങ്കൾ മന്ത്രിയായിരിക്കുന്നത് മതശാസനകൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടല്ല.
ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കെ എം മാണിയുടെ പ്രതിമയ്ക്ക് പോലും പണം മാറ്റിവെച്ച സർക്കാർ എഴുത്തച്ഛനെ എന്തിനാണ് അവഗണിക്കുന്നത്? സർക്കാർ പ്രതിമ സ്ഥാപിക്കുന്നില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ച തുഞ്ചത്ത് എഴുത്തച്ഛൻ പ്രതിമ സ്ഥാപിക്കാൻ BJP മുൻകൈയെടുക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ, മനോജ് പാറശ്ശേരി, KP മണികണ്ഠൻ, നഗരസഭാ കൗൺസിലർ നിർമ്മല കുട്ടികൃഷ്ണൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, സത്താർ ഹാജി, K നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു.